ഹായ് മക്കളെ, പ്ലസ് ടുവിന് ശേഷം ഇനി എന്ത് എന്നുള്ള കൺഫ്യൂഷനിലാണോ നിങ്ങൾ നിൽക്കുന്നത്? ഇപ്പോൾ പ്ലസ് ടു എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും നിങ്ങളുടെ കൂടെയുള്ളവരൊക്കെ ഒരുപാട് പേര് ബേസ് മുതൽ പഠിച്ച് സിലബസൊക്കെ നല്ലപോലെ പഠിച്ച് പ്ലസ് ടുവിന് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യുന്നവരുണ്ടാവും. ഒപ്പം തന്നെ എൻട്രൻസ് എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്തവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവും, ചിലപ്പോൾ ഞാൻ ആദ്യം നോക്കേണ്ടതായിരുന്നു, അപ്പോൾ മുതലേ ബേസ് മുതലേ പഠിച്ച് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് നല്ല സ്കോർ കിട്ടിയേനെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇറ്റ്സ് നെവർ ടു ലേറ്റ്. അതായത് നിങ്ങൾ ഇതുവരെ പഠിച്ചത് ഓക്കെ, അത് കഴിഞ്ഞു. ലെറ്റ്സ് ലീവ് ദ പാസ്റ്റ് ദെയർ. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്ന് കുറേ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വെറുതെ നമ്മളെ തന്നെ നെഗറ്റീവ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യം നമ്മുടെ കയ്യിലാണ്. കഴിഞ്ഞു പോയ കാര്യം ഇറ്റ്സ് ഡൺ. പ്രസൻറ്റ് ആൻഡ് വാട്ട്സ് കമ്മിങ്. ഇപ്പം നമ്മൾ നന്നായിട്ട് ഡിസൈഡ് ചെയ്ത് നല്ലൊരു ഡിസിഷൻ എടുത്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ബെറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പം പ്ലസ് 1 പ്ലസ് 2 പഠിച്ചത് നിങ്ങൾക്ക് വലിയ ഓർമ്മയൊന്നും ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പം ബേസ് ഒന്നും ക്ലിയർ അല്ല, ഫിസിക്സ് അറിയില്ല, കെമിസ്ട്രി അല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. സോ ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ NTA കണ്ടക്ട് ചെയ്യുന്ന ടോപ്പ് എൻട്രൻസ് എക്സാംസ് ആണ് നീറ്റും ജെയും. ഇതിൽ നല്ല സ്കോർ കിട്ടുന്നതിലൂടെ നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ, അതായത് IIT, എയിംസ് പോലെയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ഡിഗ്രീസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ഡിഗ്രീസ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു. അതുവഴി നല്ലൊരു കരിയറിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇല്ല ഞാനതൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല, ഇനി എന്ത് പഠിക്കണം, ഏത് കോഴ്സിലേക്ക് പോകണം എന്നൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. ദാറ്റ്സ് ഓക്കെ. കാരണം നിങ്ങൾ പഠിച്ചു വന്ന ആ ഒരു സിലബസ്, അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസ് ആണിത്. ഇതിന് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താണ്? കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് എഫേർട്ട് ഇട്ട് പഠിക്കാൻ റെഡി ആവണം. അപ്പോൾ നമുക്ക് ഇനിയുള്ള ഒരു 1 year ടൈം നമുക്ക് അതിന് വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്താലോ? അതായത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ കൂടെ തന്നെയുണ്ട്. അതും നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല, ഒരുപാട് സമയം ട്രാവൽ ചെയ്തൊന്നും നിങ്ങളുടെ സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീടിൻ്റെ കംഫർട്ട് സോണിലിരുന്ന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായി പഠിക്കാനായി സൈലം നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓൺലൈൻ റിപ്പീറ്റർ ബാച്ചാണ് ധീര ബാച്ച്. അപ്പോൾ ധീര ബാച്ചിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് നമ്മുടെ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാകും, ഇന്ത്യയിലെ തന്നെ ടോപ്പ് നീറ്റ് JEE എക്സ്പേർട്സ് എടുക്കുന്ന ക്ലാസ്സസ് ഉണ്ടാവും. കൂടാതെ നമ്മുടെ ആപ്പ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഓൺലൈൻ എക്സാം സീരീസ് ഉണ്ട്, മെൻറ്റർ സപ്പോർട്ട് ഉണ്ട്, AI ഗുരു ഉണ്ട്, ഇൻഫിനിറ്റി പ്രാക്ടീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ ബാച്ചിന്. കൂടാതെ നിങ്ങൾക്ക് നമ്മുടെ ധീര ബാച്ചിലൊക്കെ പഠിക്കുന്ന മക്കൾക്ക് ഒരു സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടും ടുവേർഡ്സ് ദി എൻഡ് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടും മോക്ക് എക്സാമുകൾ എഴുതാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചേർന്നതാണ് നമ്മുടെ ധീര ബാച്ച്. ഇനി കമ്മിങ് ടു ദ സ്റ്റഡി മെറ്റീരിയൽ, നിങ്ങൾക്കറിയാം നീറ്റ് JEE ഒക്കെ, നീറ്റ് എസ്പെഷ്യലി NCERT ബേസ്ഡ് ആയിട്ടാണ് വരിക. അപ്പോൾ JEE മെയിൻസും JEE അഡ്വാൻസ്ഡ് അങ്ങനെ ഒരുപാട് സ്റ്റേജസിലൊക്കെയാണ് ഇത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് എന്ത് വേണം? പ്രോപ്പർ സ്റ്റഡി മെറ്റീരിയൽ വേണം പ്രിപ്പയർ ചെയ്യാൻ. പ്ലസ് യു ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ സൈലം നിങ്ങൾക്കായിട്ട് സ്പെഷ്യലി സ്റ്റഡി മെറ്റീരിയൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ PYQ ബുക്സ് ഉണ്ട്, NCERT ക്രാക്കർ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്നതാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലും പർച്ചേസ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്കായിട്ടുള്ള എൻറ്റയർ ഇയേഴ്സ് അക്കാഡമിക് പ്ലാൻ സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ്. സിലബസ് തീരുന്നു, അതിനൊപ്പം നിങ്ങൾ എക്സാമുകൾ എഴുതുന്നു, നിങ്ങൾ സെൽഫ് അനലൈസ് ചെയ്ത് പോകുന്നു, അതിനുശേഷം നിങ്ങൾ റിവിഷൻസ് ചെയ്യുന്നു, ആൻഡ് ഓഫ്ലൈൻ ആയിട്ട് മോക്ക് എക്സാമുകൾ എഴുതുന്നു, ആൻഡ് ഫൈനലി നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്നു. ലാസ്റ്റ് ഇയർ ഒക്കെ നമ്മുടെ ധീര ബാച്ചിൽ നമുക്ക് അടിപൊളി റിസൾട്ട്സ് ആണ് വന്നിരിക്കുന്നത്. ഓൺലൈനായി പഠിച്ച് ഇന്ന് പല കുട്ടികളും ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ കോളേജസിലും എഞ്ചിനീയറിംഗ് കോളേജസിലും അവരുടെ ഡിഗ്രീസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഭാഗമാകാം. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കരുതുക. യു തിങ്ക്, ടേക്ക് എ കോൾ ആൻഡ് ജോയിൻ അസ്. ധീര ബാച്ചിൻ്റെ ക്ലാസ്സസ് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങാൻ വൈകിപ്പോയി, ഇനി എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള തോട്ടൊന്നും വേണ്ട. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഇനിയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്സ് മുതൽ പഠിച്ച് നമുക്ക് നീറ്റിലും JEE ഒക്കെ അടിപൊളി സ്കോർ വാങ്ങിക്കാം. സോ വിഷിംഗ് യു ദ വെരി ബെസ്റ്റ്. ബൈ.